പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി സർക്കാർ. മുൻ DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത്. DGP രവാഡ ചന്ദ്രശേഖരനോട് റിപ്പോർട്ടുകൾ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, അസാധാരണമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. സീനിയറായ DGP നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും ഒരു അഭിപ്രായം തേടുന്നത്. വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ 2 റിപ്പോർട്ടുകളും സംസ്ഥാന സർക്കാർ തിരിച്ചയച്ചിരിക്കുന്നത്. അതും വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന, പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന പൂരം കലക്കലുമായി ബന്ധപ്പെട്ട 3 സമിതികൾ അന്വേഷിച്ച ഒരു റിപ്പോർട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും കൂടുതൽ വിശദീകരണങ്ങൾക്ക് വേണ്ടിയുമായി തിരിച്ചയച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു. കാരണം റവന്യൂ മന്ത്രി രാജൻ തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. പൂരം അലങ്കോലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം രണ്ടിലധികം പ്രാവശ്യം MR അജിത് കുമാറിനെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. അതിനുശേഷം MR അജിത് കുമാറിന് തൃശ്ശൂരിലുണ്ടായിരുന്ന MR അജിത് കുമാർ ഈ പൂരം അലങ്കോലപ്പെട്ട എന്നറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി തുടങ്ങിയ പരാതികൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട് റവന്യൂ മന്ത്രി തന്നെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണം, ത്രിതല അന്വേഷണമാണ് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിൽ ADGP MR അജിത് കുമാർ കുറ്റക്കാരനാണെന്നും അനാസ്ഥ സംഭവിച്ചുവെന്നും വ്യക്തമാക്കിയിരുന്നു. നടപടി വേണമെന്നും കാണിച്ചുകൊണ്ടാണ് മുൻ DGP ആയിരുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബ് ഒരു റിപ്പോർട്ട് നൽകിയത്. നടപടിക്കും ശുപാർശ ചെയ്തിരുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മടക്കി അയച്ചിരിക്കുന്നത്. MR അജിത് കുമാറിനെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. മറ്റേ റിപ്പോർട്ട്, അതായത് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയിൽ P വിജയന് ഇതുമായി, അവിടുത്തെ സ്വർണ്ണക്കടത്ത് ലോബിയുമായി ബന്ധമുണ്ടെന്ന തരത്തിലൊരു മൊഴി നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം എന്ന് കാണിച്ചുകൊണ്ട് ADGP P വിജയൻ തന്നെ ഒരു കത്ത് നൽകിയിരുന്നു, പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, ഈ 2 വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഈ 2 കേരള സമൂഹത്തിൽ. ഈ 2 വിഷയങ്ങളെയും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. ഈ 2 റിപ്പോർട്ടുകളും രവാഡ ചന്ദ്രശേഖരന് അയച്ചിട്ടുണ്ട്. വീണ്ടും പരിശോധിക്കണം എന്ന ഒരാവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പോലീസിനകത്ത് തന്നെ, പോലീസിൽ MR അജിത് കുമാറിനെ എതിരെ നിൽക്കുന്ന ഒരു വിഭാഗം IPS ലോ ഉദ്യോഗസ്ഥരും പറയുന്നത്, ഒരിക്കൽ പോലും ഒരു DGP നൽകുന്ന റിപ്പോർട്ട് സാധാരണഗതിയിൽ മടക്കി അയക്കുന്ന പതിവില്ല. പ്രത്യേകിച്ചും ഒരു വളരെ സീനിയറായ DGP കൂടിയായിരുന്നു ഷെയ്ഖ് ദർവേസ് സാഹിബ്. അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ, അദ്ദേഹം 3 റിപ്പോർട്ടുകളാണ് ഈ MR അജിത് കുമാറിനെതിരെ നൽകിയത്. അതിലെല്ലാം തന്നെ നടപടിക്ക് ശുപാർശയും ചെയ്തിരുന്നു. കാരണം പൊതുവെ IPS ഉദ്യോഗസ്ഥന്മാർക്ക് ഇടയിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. ADGP MR അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് സൂപ്പർ DGP കളിക്കുന്നു എന്നൊരു തരത്തിൽ വലിയ ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ മുന്നിട്ടിറങ്ങിയ ഒരാളായിരുന്നു ഷെയ്ഖ് ദർവേസ് സാഹിബ് DGP ആയ സമയത്ത്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പല ആവർത്തി ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇതിലുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ സർക്കാർ തയ്യാറായില്ല. പിന്നീട് ഭരണപക്ഷത്തുള്ള CPI തന്നെ മുന്നിട്ടിറങ്ങി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചതോടുകൂടിയാണ് സർക്കാർ തലത്തിൽ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നതും ഈ MR അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ സംഭവിച്ചെന്നും ഒപ്പം ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടി അനിവാര്യമാണെന്നും കാണിച്ചിരുന്നു. ഇത്തരത്തിൽ 2 റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. പൊതുവെ ഈ റിപ്പോർട്ടുകൾ മടക്കി അയച്ചതോടെ MR അജിത് കുമാറിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി സർക്കാർ. മുൻ DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത്. DGP രവാഡ ചന്ദ്രശേഖരനോട് റിപ്പോർട്ടുകൾ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.